ഹലോ ഗെയ്സ്, നമ്മളപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 8 ആണ് കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ മൈനിങ് വീണ്ടും തുടർന്നു. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. നമുക്ക് വേറൊന്നും കിട്ടിയൊന്നുമില്ല. വീണ്ടും നമ്മളൊന്ന് ചാവുകയാണ് ചെയ്തത്. പിന്നെ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ബെറി ഫാം അങ്ങ് തുടങ്ങാം. അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നറിയത്തില്ല, എന്നാലും അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് തടിയും കൂടെ വേണം. അപ്പം നമുക്ക് പോയി തടി കിട്ടാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് 30 സബ്സ്ക്രൈബേഴ്സായി. ആ സബ്സ്ക്രൈബ് ചെയ്ത ആളിന് ഞാൻ നന്ദി പറയുന്നു. ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇത് മാത്രമല്ല കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ അടുത്തായിട്ടൊരു ഗ്രാനി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗ്രാനി ആയിട്ടുള്ളൊരു ഗെയിം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോ അതാവാനാണ് ചാൻസ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. പുതിയതായി ഞാൻ കണ്ടുകൊണ്ട് അത് ഇടാമെന്ന് വിചാരിച്ചു, അതാണ്. പിന്നെ ഇവിടുത്തെ വീറ്റ് എന്താണ് കാണാത്തതെന്ന് വിചാരിച്ച് ഞാനത് പറിച്ചതാണ്. ഈ സാധനത്തിന് സൈഡിൽ വെള്ളമൊന്നും വേണ്ടെന്ന് തോന്നുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി ഇത് പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ഇത് മതിയായിരിക്കും. നമുക്ക് പോയി ഇനി ബെറി ഫാം പണിയാം. ഓക്കെ. പന്നി ചാവും. ഓക്കെ. സൗണ്ടൊക്കെ താമസിച്ചാണ് വരുന്നത്, ചെറിയ ബഗ്ഗാവുന്ന. പിന്നെ ഇനി അടുത്തായിട്ട് വേണ്ടത് വേറെ ഏതൊരു ഇതാണോ, സ്ലാബ്. ഓക്കെ, ഇനി നമുക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഓക്കെ, ഇങ്ങനെ വേണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഇതിന് നേരെ വരുന്ന രീതിയിൽ ഇത്ര മതി. ഇത് മതി ധാരാളം. നമുക്ക് ഇതിപ്പോൾ ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് പൊട്ടിച്ചെടുക്കണ്ടായിരുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഇത് വയ്ക്കാം. പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ മതി, അന്നേരം പറഞ്ഞു വരുമായിരുന്നു. ഓക്കെ, അതായത് ഇനി ഇങ്ങനെ ചുമ്മാ നട്ടാൽ വരുമോ, അതോ നമ്മൾ കളയ്ക്കണോ? അറിയില്ല, നട്ടേക്കാം. ഓക്കെ, ബോൺ മീൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വളരും. നമ്മൾ ബോൺ മീലൊന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി ഇതും കൂടെ അങ്ങ് നട്ട് വെക്കാം. ബെസ്റ്റ്. അത് വേസ്റ്റായി, അത് കുഴപ്പമില്ല. 4 പേര് നമുക്ക് 8 എണ്ണം അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് ധാരാളമാണ് നമുക്ക്. ഓക്കെ, അങ്ങനെ ബെറി ഫാം നമ്മൾ പണിതു. ഇനി അത് വിളവെടുക്കാൻ ടൈമായാൽ മതി. പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇനി എന്ത് പരിപാടി ചെയ്യും? നമുക്കൊരു വോൾ ഫാം. ഈ പണ്ടാര പട്ടി ഭയങ്കര പ്രശ്നമാണ്. പട്ടി വാ. അയ്യോ, എൻ്റെ കത്തി. ബാതി എന്തൊരു പറയാനുണ്ടോ? പൊന്ന പട്ടി ഉണ്ടല്ലോ. ആടിനെ കണ്ടപ്പോഴത്തേനും ഞാനാണെ എന്നാൽ പിന്നെ ഒരു ആടിനെ ഒക്കെ കുറച്ച് ഇതൊക്കെ വെച്ച് നമുക്ക് വിളിച്ചോണ്ട് വന്നൊരു ഫെൻസിനകത്തൊക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്നത്തിന് ഇനിയിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ. നമുക്ക് കുറച്ച് ഫെൻസ് ഉണ്ടാക്കിയിട്ട് ഇനി അതും കൂടെ പിടിച്ചിടാം. 23 എണ്ണം നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ടൊക്കെ ആയിട്ടിത് പണിയാം. ഓക്കെ, ഇനി ആടിനെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം.
ഓ നമ്മുടെ ബെറി ആവുന്നുണ്ട്. ആ ഓക്കെ, അത് ചാവുന്നതിന് പിന്നെ അതിനെ വിളിക്കാൻ. അയ്യോ നമ്മുടെ കയ്യിൽ വീറ്റില്ല. നമ്മൾ വീറ്റ് കുറച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇതെടുക്കാം അല്ലേ, ഇതെടുത്താൽ മതി. ചെറുതായില്ല കേട്ടാ, ആദ്യം പറിച്ചതായില്ലായിരുന്നു. ഇനിയും വീറ്റെടുത്ത് കയ്യെ പിടിച്ചാൽ മതി. അത് നമ്മുടെ പുറകെ വരും കേട്ടോ. ഏതായാലും കിട്ടിയതല്ലേ, ഇതും കൂടെ എടുത്തേക്കാം. ഓക്കെ, ഇനി പോകുന്നേര് ആട് പുറകെ ഉണ്ട്, സേഫായിട്ട് വരുന്നുണ്ട്. എന്തിയാ അയാള്? നമുക്കിട്ട് പണിതല്ലോ അവൻ. ഇവിടെ പാടാ, എടാ പൊട്ട, എന്തിയവൻ? അതേട്ടെ, ഇവൻ എവിടെയോ വെച്ച് സ്റ്റക്കായി പോയല്ലോ. പറ, ബാ 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 ബാ. ഓക്കെ, ബാ ബാ ബാ. നീ പെട്ടു, നിന്നെ പിടിച്ച്. ഓക്കെ, ഇനി ഒരാളും കൂടെ മതി നമുക്ക്. അത് കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാം. കോഴിയുണ്ട്. ഇവിടെ ടോർച്ച് വെച്ചില്ല കേട്ടോ, നമ്മളതൊക്കെ മറന്നു. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഒരാളുടെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.